എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്രകൃതിയിലെ ചലനവും ബലവും എന്നുള്ള നമ്മുടെ മൊഡ്യൂളിലെ അവസാന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ തന്നെ ഫിസിക്സിലെ 4ാമത്തെ അധ്യായമായ ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററാണ് ഇതിൽ നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. 2 ദിവസം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കുക. വ്യക്തിപരമായിട്ട് ചില തിരക്കുകൾ കാരണമാണ് 2 ദിവസം വീഡിയോകൾ ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ഇനി മുതൽ വീഡിയോ പെൻഡിങ് വരാതെ ഇടാൻ ശ്രമിക്കുക. വ്യക്തിപരമായി അത്രയും തിരക്ക് ആയതുകൊണ്ടാണ് വീഡിയോസ് വരാതിരുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിലും കുറച്ച് പ്രോബ്ലം ഓറിയൻറ്റഡ് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെയും പ്രോബ്ലം നമുക്ക് മറ്റൊരു വീഡിയോ ആക്കി ചെയ്തു തരാം, അതിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ പോയിൻ്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുന്നില്ല. പ്രോബ്ലംസ് നമുക്കൊരു മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്ത അവസാനം 3 ചാപ്റ്ററും പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ 3ലെയും പ്രോബ്ലം നമ്മൾ പരിചയപ്പെടാം. കൂടുതൽ പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു 3 ചാപ്റ്റർ, പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ പ്രോബ്ലംസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തു തരാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വിശദീകരണം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററാണ്. ആദ്യം ഇവിടെ ഭൂമിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൂമി നമുക്കറിയാം ഒരു ഗോളാകൃതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ 3 ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുട്ടി ചിന്തിക്കുന്നത് പറയാണ്, ഭൂമിക്ക് ഗോളാകൃതിയാണല്ലോ എങ്കിൽ എനിക്കെതിരെയുള്ള അർദ്ധഗോളത്തിൽ തല നിൽക്കുന്നയാൾ തല കീഴാഴല്ലേ നിൽക്കുന്നത്. വീണു പോകാതെ ഭൂമിയിൽ നിൽക്കാൻ അയാൾക്ക് കഴിയുന്നത് എങ്ങനെയാണ്? അവിടെ മഴത്തുള്ളികൾ പതിക്കുന്നത് എങ്ങോട്ടായിരിക്കും? അങ്ങനെ കുറച്ച് സംശയങ്ങളാണ് ഈ കുട്ടിക്കുള്ളത് ഈ ഒരു ഫോട്ടോ കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് ഇതൊക്കെ നിലനിർത്താനുള്ള കാരണം. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു നോക്കാനാണ്. ഒരു ചെറിയ കല്ല് ഉയർത്തിപ്പിടിച്ച ശേഷം കൈവിട്ട് നോക്കൂ. അപ്പോൾ എന്ത് ചെയ്യും? അത് താഴേക്ക് പതിക്കും. കല്ല് താഴേക്ക് പതിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഭൂഗുരുത്വ ബലമാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണെന്ത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇനി ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നത്, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നതൊക്കെ എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലത്തിന് ഉദാഹരണങ്ങളാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, ഞെട്ടറ്റ മാമ്പഴം താഴേക്ക് പതിക്കുന്നത് എന്തിൻ്റെ ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഭൂഗുരുത്വാകർഷണ ബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഈ ഒരു ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിവർന്നും തലതിരിഞ്ഞും എന്നുള്ള കോളത്തിൽ പറയുന്നത് ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നില ഒന്നല്ലെങ്കിൽ നിവർന്നതായിരിക്കും, അല്ലെങ്കിൽ തല കീഴായതോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയിലുള്ള വസ്തുക്കളെ തല കീഴായതാണോ അല്ലെങ്കിൽ അതിൻ്റെ നില നിവർന്നതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അത് നിർണ്ണയിക്കുന്നത്. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്കാണ്. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശ എപ്പോഴും എന്താണ്? ഭൂകേന്ദ്രത്തിലേക്കാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശ താഴേക്ക് നമുക്ക് അനുഭവപ്പെടാൻ കാരണം. ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശ താഴേക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂഗുരുത്വ ബലം ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്കത് താഴേക്ക് അനുഭവപ്പെടാനുള്ള കാരണം. ഭൂഗുരുത്വാകർഷണ ബലം എന്താണ്? ഒരു സദിശ അളവാണ്. ഭൂഗുരുത്വാകർഷണ ബലം എന്താണ്?
ഒരു സദിശ അളവാണ്. സദിശ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിശയോട് കൂടിയ പരിമാണത്തോടൊപ്പം ദിശയോട് കൂടി വരുന്ന അളവുകളാണെന്ത്? സദിശ അളവ്. അതിന് ഉദാഹരണമാണെന്ത്? ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് സദിശ അളവ്, അദിശ അളവ് എന്നുള്ളത്. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം സദിശ അളവിന് ഉദാഹരണമാണ് എന്ന് ഓർത്തിരിക്കുക. സദിശ അളവുകൾക്കുള്ള മറ്റു ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ സ്ഥാനാന്തരം, പ്രവേഗം എന്നിവയൊക്കെ എന്താണ്? സദിശ അളവാണ്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു കാരണമാണ്. ഈ ഭൂകേന്ദ്രത്തിലേക്ക് ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എവിടെ നിന്നാലും നമുക്ക് നിവർന്നു നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണം. ഇനി മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണെന്ത്? മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണെന്ത്? അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുട്ടി പറയുന്ന ഒരു കാര്യം നോക്കാം. ആകാശത്ത് കാണുന്ന മേഘങ്ങൾ വർഷിക്കുന്ന ഈ മഴത്തുള്ളികൾ മുകളിലേക്കെങ്ങാനും പോയിരുന്നെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുമായിരുന്നോ? ഹാവു ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം രക്ഷിച്ചു. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് താഴേക്ക് പതിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഭൂഗുരുത്വ ബലമാണ്. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലമാണെന്ത്? മഴത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നതിൻ്റെ കാരണം. നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ് അത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ എക്സാമ്പിൾസ് ആണ് തരിക. അത് SCRT ബേസ് ആകുമ്പോൾ SCRTത്തെ എക്സാമ്പിൾസ് തന്നെ എടുത്ത് തരും. അപ്പോൾ ഇതിലെങ്ങനെ തരും? ഭൂമിയിൽ നിന്ന്, ആകാശത്ത് നിന്ന് മേഘങ്ങൾ വർഷിക്കുന്ന മഴത്തുള്ളികൾ മുകളിലേക്ക് പോകാതെ താഴേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഭൂഗുരുത്വാകർഷണ ബലമാണ് അതിൻ്റെ കാരണം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാസ് എന്താണെന്ന് പറഞ്ഞു. വസ്തുവിൽ ഇറങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണെന്ത്? മാസ് എന്ന് പറയുന്നത്. ഈ ഗുരുത്വാകർഷണ ബലം എന്താണ്? വസ്തുവിൻ്റെ മാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ മാസും ഗുരുത്വാകർഷണ ബലം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനടിസ്ഥാനമാക്കിയാണ് എന്ത്? സർ ഐസക് ന്യൂട്ടന് ഒരു നിയമം ആവിഷ്കരിച്ചത്. അദ്ദേഹം ആ നിയമം ആവിഷ്കരിക്കാൻ ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവയുടെയൊക്കെ നിരീക്ഷണങ്ങൾ അവലംബിച്ചുകൊണ്ടാണിത് ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിക്കാൻ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെയൊക്കെ നിരീക്ഷണ ഫലങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് എന്ത്? സർ ഐസക് ന്യൂട്ടന് ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ബാധകമാക്കിക്കൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പോൾ ഗുരുത്വാകർഷണ നിയമവും സാർവിക ഗുരുത്വാകർഷണ നിയമവും ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിക്കാൻ അദ്ദേഹം അവലംബിച്ചത് ആരൊക്കെയാണ്? ആരുടെ നിരീക്ഷണ ഫലങ്ങളാണ് അദ്ദേഹം അവലംബിച്ചത്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവരുടെ നിരീക്ഷണ ഫലങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് എന്ത്? ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്. അദ്ദേഹം ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ബാധകമാക്കിക്കൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതും സർ ഐസക് ന്യൂട്ടനാണ്. ഇനി എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്നുള്ളത് നോക്കാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അതെന്താണ്? സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അടുത്തത് എന്താണ്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം എന്താണ്? അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും
അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗ്ഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്ത്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം. ഇവിടെ M1 M2 എന്നീ മാസുകളുള്ള രണ്ട് വസ്തുക്കൾ D അകലത്തിലിരുന്നാൽ എന്താണ്? F അനുപാതത്തിലാണ് M1 M2. F1 അനുപാതത്തിലാണ് എന്ത്? 1/D2. ഇത് രണ്ടും ചേർത്ത് എഴുതുകയാണെങ്കിൽ എന്താണ്? F നേരാനുപാതത്തിലാണ് M1/M2/D2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F = G M1 M2/D² എന്ന് എഴുതാം. അതിൽ G എന്നുള്ളത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നറിയപ്പെടും. G എന്നുള്ളത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ജിയുടെ മൂല്യം എന്താണ്? 6.67 × 10⁻⁻11 Nm²/kg² ആണ്. ഹെൻറി കാവൻഡിഷാണ് ആദ്യമായിട്ട് എന്ത്? ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിശ്ചയിച്ചത്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം പരീക്ഷണത്തിലൂടെ മൂല്യം നിർണ്ണയിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷാണ്. ഹെൻറി കാവൻഡിഷിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഹൈഡ്രജൻ കണ്ടെത്തിയതാരാണ്? ഹെൻറി കാവൻഡിഷാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയ ഹെൻറി കാവൻഡിഷാണെന്ത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത്. അതെത്രയാണ്? 6.67 × 10⁻⁻11 Nm²/kg² ആണ്. ഇനി നമുക്ക് ന്യൂട്ടനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. സർ ഐസക് ന്യൂട്ടനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നോക്കാം. ജ്യോതിശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് സർ ഐസക് ന്യൂട്ടൺ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ന്യൂട്ടൻ്റെ ഗ്രന്ഥം ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് ന്യൂട്ടൺ നിരീക്ഷിച്ചു. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ന്യൂട്ടനാണ്. ഇപ്പോൾ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ മുൻഗാമികളുടെ കണ്ടെത്തലുകൾക്ക് വ്യക്തത വരുത്തിയതും ഇദ്ദേഹമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ സാർവിക ഗുരുത്വാകർഷണ നിയമം ആരതാണ്? ഐസക് ന്യൂട്ടൻ്റെയാണ്. ചലന നിയമങ്ങൾ എന്താണ്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പഠിച്ചതാണ്. അതിൻ്റെയും ഉപജ്ഞാതാവാരാണ്? ഐസക് ന്യൂട്ടനാണ്. 2005 റോയൽ സൊസൈറ്റിയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രജ്ഞനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഐസക് ന്യൂട്ടനാണ്. ഇപ്പോൾ 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സർ ഐസക് ന്യൂട്ടൺ. പിന്നെ എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനാണ്. അതിനാ പേരിടാൻ കാരണം എന്താണ്? ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ബലത്തിൻ്റെ യൂണിറ്റിന് ന്യൂട്ടൺ എന്ന് പേര് നൽകിയത്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടനാണ്. ആ പേര് നൽകാൻ കാരണം ഐസക് ന്യൂട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ്. ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ കാര്യങ്ങൾ എന്താണ്? കുറച്ച് കാര്യങ്ങൾ, ക്രമ നമ്പർ, വസ്തുക്കളുടെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. അപ്പോൾ നമ്മളോട് പരസ്പരാകർഷണ ബലം കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഇനി ഇവിടെയും പ്രോബ്ലം തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം എന്താണ്? 40 kg മാസുള്ള ഒരു കുട്ടി 50 kg മാസുള്ള മറ്റൊരു കുട്ടിയിൽ നിന്ന് 1 മീറ്റർ അകലത്തിൽ ആയിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആകർഷണ ബലം കണക്കാക്കാൻ തന്നിട്ടുള്ളത് പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പ്രോബ്ലം മറ്റൊരു വീഡിയോയിലും ചെയ്യാം. അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മളത് വിശദീകരിക്കുന്നില്ല.
തൻ്റെ മുൻഗാമിയായിരുന്ന ജോഹാൻ കെപ്ലറുടെ ഗ്രന്ഥചലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടന് വ്യുൽക്രമവർഗ നിയമം വിശദീകരിച്ചത്. അപ്പോൾ കെപ്ലറുടെ പ്രശസ്തമായ 3 നിയമങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നോക്കുക. അപ്പോൾ കെപ്ലറുടെ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഐസക് ന്യൂട്ടന് ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട വ്യുൽക്രമവർഗ നിയമം ആവിഷ്കരിച്ചത്. വ്യുൽക്രമവർഗ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. അത് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഐസക് ന്യൂട്ടൻ വ്യുൽക്രമവർഗ നിയമം വിശദീകരിച്ചത്. അപ്പം ഇനി കെപ്ലറുടെ പ്രശസ്തമായ 3 നിയമങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഗ്രഹചലനവുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്നാം നിയമമാണ് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. കെപ്ലറുടെ ഒന്നാമത്തെ ഗ്രഹചലന നിയമം എന്താണ്? സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ നിയമത്തിൽ അദ്ദേഹം പറയുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം എന്ത് ചെയ്യും? തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകും. ഇവിടെ പറഞ്ഞ എ മുതൽ ബി വരെ സഞ്ചരിക്കാനെടുത്ത സമയവും സി മുതൽ ഡി വരെ സഞ്ചരിക്കാനെടുത്ത സമയവും തുല്യമാണെങ്കിൽ കെപ്ലറുടെ രണ്ടാം നിയമപ്രകാരം OAB = OCD എന്നീ ഭാഗങ്ങളുടെ പരപ്പളവുകൾക്ക് തുല്യമായിരിക്കും. ഇവിടെ ചിത്രം നോക്കിയിട്ടാണ് പറയുന്നത്. മൂന്നാം നിയമത്തിൽ അദ്ദേഹം പറയുന്നത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗ്ഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. ഗണിതപരമായി പറഞ്ഞാൽ എന്താണ്? r³/t² എന്താണ്? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതാണ് കെപ്ലറുടെ 3 ഗ്രഹചലന നിയമങ്ങൾ എന്നറിയപ്പെടുന്ന നിയമങ്ങൾ. ഇതിനടിസ്ഥാനമാക്കിയാണ് വ്യുൽക്രമ നിയമങ്ങൾ ഐസക് ന്യൂട്ടൻ ആവിഷ്കരിച്ചത്. ഇതിനടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൻ വ്യുൽക്രമ നിയമം ആവിഷ്കരിച്ചത്. ഒരു ഗ്രഹം സൂര്യന് ചുറ്റും F ആരമുള്ള വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. ഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗം v, മാസ് m, ഭ്രമണത്തിൻ്റെ ആരം r ആയാൽ എന്താണ്? F = m/v²/f ആയിരിക്കും. അപ്പോൾ F എന്താണ്? നേർ അനുപാതത്തിലാണ് v²/r. അപ്പോൾ ഗ്രഹം t സമയം കൊണ്ട് പരിക്രമണം പൂർത്തിയാക്കുകയാണെങ്കിൽ ഗ്രഹത്തിൻ്റെ പരിക്രമണ പ്രവേഗം എത്രയാണ്? v എത്രയാണ്? 2πr/t ആയിരിക്കും. 2πr എന്നത് എന്താണ്? ഭ്രമണപഥത്തിൻ്റെ ചുറ്റളവാണ്. ഇനി കെപ്ലറുടെ മൂന്നാം നിയമപ്രകാരം r³/t² എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്. അതുകൊണ്ട് എന്താണ്? v² നേർവാനുപാതത്തിൽ 1/r എന്ന് കൊടുക്കാം. ഇതെന്താണ്? F = πr² എന്ന ഗണിത വാക്യത്തിൽ നമുക്ക് ആരോപിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിലാണ് F നേർ അനുപാതത്തിലാണ് 1/r² എന്നും ലഭിക്കും. ഇനി ഭൂഗുരുത്വാകർഷണ ബലം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താണ് എന്നുള്ളത് നോക്കാം. ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് 2 വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലം എന്താണ്? G(m1)(m1 × m2/d² ആണെന്ത്? 2 വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം. അപ്പോൾ Gmm/r² എന്നും നമുക്ക് എന്താണ് ഇത് കണക്കാക്കാൻ കഴിയും. ഇനി പ്രകൃതിയിലെ ബലങ്ങൾ എന്നുള്ള ഭാഗത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം. പ്രപഞ്ചത്തിൽ എന്തുണ്ട്? പലവിധ ബലങ്ങളുണ്ട്. സൗകര്യാർത്ഥം ഇവയെ നമുക്ക് എങ്ങനെ തിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ പ്രപഞ്ചത്തിലെ ബലങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്നും സമ്പർക്കരഹിത ബലം അല്ലെങ്കിൽ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ബലം എന്നും നമുക്ക് തരംതിരിക്കാം. പ്രപഞ്ചത്തിലെ ബലങ്ങളെ നമുക്ക് സമ്പർക്ക ബലമെന്നും അസമ്പർക്ക ബലമെന്നും നമുക്ക് 2ആയിട്ട് അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലമെന്നും 2ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. ഇനി സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം എന്നിവയൊക്കെ എന്താണ്? സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വിസ്കസ് ബലം, പ്രതല ബലം അല്ലെങ്കിൽ സർഫേസ് ടെൻഷൻ, വലിവ് ബലം, ഇലാസ്റ്റിക് ഫോഴ്സ്, ഘർഷണ ബലം ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ
സമ്പർക്ക ബലത്തിന് ഉദാഹരണം ഏതാണ്? സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന ബലങ്ങളാണിത് സമ്പർക്ക ബലം. അതേതാണ്? അതിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലവും പ്രതല ബലവും വലിവ് ബലം, ഘർഷണ ബലം എന്നിവ. ഇനി സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ന്യൂക്ലിയർ ബലവും വൈദ്യുത കാന്തിക ബലവും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ന്യൂക്ലിയർ ഫോഴ്സും എന്തിനാണ്? സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണമാണ്. ഗുരുത്വാകർഷണ ബലം എന്താണ്? സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. ഈ ബലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലമാണ്. ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണ്. അപ്പോൾ സമ്പർക്കരഹിത ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലമാണ്. അതിൽ ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ന്യൂക്ലിയർ ബലവും വൈദ്യുതി കാന്തിക ബലവും ഗുരുത്വാകർഷണ ബലവുമാണ് എന്ത്? സമ്പർക്കരഹിത ബലങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. അപ്പോൾ സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലങ്ങളും അതിൻ്റെ ഉദാഹരണവും നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഫാക്റ്റാണ്. മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടിയും പറയാം. നമുക്ക് എന്ത് ചെയ്യാം? സമ്പർക്ക ബലമെന്നും സമ്പർക്കരഹിത ബലമെന്നും ബലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണെന്ത്? വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. ഇനി സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലവും വൈദ്യുത കാന്തിക ബലം, ഭൂഗുരുത്വാകർഷണ ബലം. ഇതിൽ സമ്പർക്കരഹിത ബലത്തിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലമാണ്. ശക്തി കുറഞ്ഞ ബലമാണ് ഇത് ഭൂഗുരുത്വാകർഷണ ബലവും. ഇനി വസ്തുവിൻ്റെ ഭാരവും ഭൂകേന്ദ്രത്തിലേക്കുള്ള അകലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിനു ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിൻ്റെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കും. അതിനാൽ ഭൂകേന്ദ്രത്തിൽ നിന്ന് പരിണിത ആകർഷണ ബലം 0 ആയിരിക്കും. ഇപ്പോൾ ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിലെ പരിണിത ആകർഷണ ബലം എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും. ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രേവിറ്റി. ഭൂഗുരുത്വ ത്വരണം. ഭൂമിയും അതിൻ്റെ ഉപരി വസ്തുക്കളും തമ്മിലുള്ള ആകർഷണ ബലം എന്തായിരിക്കും? വസ്തുക്കളുടെ മാസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. വസ്തുവിനുണ്ടാകുന്ന ത്വരണം മാസിനനുസരിച്ച് വ്യത്യാസപ്പെടുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. എല്ലാ വസ്തുക്കളും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കും. അപ്പോൾ വസ്തുവിൻ്റെ മാസ് എമ്മും ബലം എഫും ആണെങ്കിൽ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമപ്രകാരം എഫ് സമയം എന്താണ്? MA എന്നാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ A എന്ന് പറയുമ്പോൾ എന്താണ്? F/m ആയിരിക്കും. അപ്പം അതായത് എന്താണ്? ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം എന്ത് ചെയ്യും? വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകും. ഈ ത്വരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ അതാവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സൂത്രവാക്യത്തിലൂടെ കണ്ടെത്തുകയാണെങ്കിൽ അവസാനം G = Gm/r² എന്ന് ലഭിക്കും. അതിൽ നിന്ന് ജിയുടെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ മാസ് ആണ് അതിൻ്റെ ഘടകത്തെ സ്വാധീനിക്കുന്നത്. ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ എന്താണ്? ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം എന്തായിരിക്കും? ഒരുപോലെയായിരിക്കും. ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം ഒരിക്കലും വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്തായിരിക്കും? തുല്യം ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യം ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ സൂത്രവാക്യം അപ്ലൈ ചെയ്താൽ G
m/r² എന്ന സമവാക്യത്തിൽ GMR എന്നിവിടെ മൂല്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഭൂഗുരുത്വ ത്വരണം എന്നുള്ളത് 9.8 m/s² എന്ന് കിട്ടും. അപ്പോൾ ഭൂഗുരുത്വ ത്വരണം എപ്പോഴും എത്രയായിരിക്കും? 9.8 m/s² ആണെന്ത്? ഭൂഗുരുത്വ ത്വരണം. ഇത് എല്ലായ്പ്പോഴും ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഈ 9.8 എന്നുള്ളത് എന്തായിരിക്കും? 10 എന്നെടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഭൂഗുരുത്വ ത്വരണം G എത്രയാണ്? 9.8 m/s² ആണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം എത്രയാണ്? ചന്ദ്രൻ്റെ മാസ് എമ്മും ആരം 6ഉം ആയാൽ ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്താണ്? G = GM/r² ആണ്. GM/r². അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മൂല്യം എത്ര കിട്ടും? 1.62 m/s² എന്ന് കിട്ടും. അപ്പോൾ ചന്ദ്രനിലെ ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? 1.62 m/s² ആണ്. 1.62 m/s² ആണ് എന്ത്? ചന്ദ്രനിലെ ഭൂഗുരുത്വ ത്വരണം. അത് നമ്മൾ ഭൂമിയിലെ ഭൂഗുരുത്വ ത്വരണമായി വെച്ച് നോക്കുമ്പോൾ എത്രയാണ്? ഏകദേശം അതിൻ്റെ 1/6 ഭാഗമാണ്. അപ്പോൾ ഭൂമിയിലെ ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ 1/6 ഭാഗമാണെന്ത്? ചന്ദ്രനിലെ ഭൂഗുരുത്വ ത്വരണം. അത് നോട്ട് ചെയ്ത് വെക്കുക. 1.62 m/s² എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റേത് 9.8 m/s² എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചന്ദ്രനിലാണ് ഭൂഗുരുത്വ ത്വരണം കുറവ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെയൊക്കെ പ്രോബ്ലം ചെയ്യാനാണ്, പിന്നെ ഒരു പരീക്ഷണം ചെയ്യാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണം ചെയ്താൽ അതിൽ സൂത്രവാക്യം ഫോം ചെയ്യുന്ന രീതികളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി മാസ് ആൻഡ് വെയിറ്റ് അല്ലെങ്കിൽ മാസും ഭാരവും എന്നുള്ള കൺസെപ്റ്റ് നോക്കാം. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് ത്രാസ്. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് ത്രാസ്. എന്നാൽ ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? സ്പ്രിംഗ് ത്രാസാണ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്രിംഗ് ത്രാസാണ്. സാധാരണ ത്രാസ് മാസ് അളക്കുന്നതിനും ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസും ഉപയോഗിക്കുന്നു. ഇനി 1 കിലോഗ്രാം ഭാരം അല്ലെങ്കിൽ 1 kg വെയിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണെന്ത്? 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണെന്ത്? 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. 1 kg വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ F = mg ആയാൽ 1 kg വെയിറ്റ് സമം എന്താണ്? 1 kg × 9.8 m/s². അങ്ങനെ ആകുമ്പോൾ എത്രയാണ്? 9.8 കിലോഗ്രാം m/s² എന്ന് വരും. അപ്പോൾ 9.8 ന്യൂട്ടനാണ് എന്ത്? 1 kg എന്നുള്ളത്. അപ്പോൾ 1 kg വെയിറ്റ് എന്നുള്ളത് എത്ര ന്യൂട്ടനാണ്? 9.8 ന്യൂട്ടനാണ്. കിലോഗ്രാം വെയിറ്റ് എന്നത് എന്താണ്? ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം വെയിറ്റ് എന്നുള്ളത്. 1 കിലോഗ്രാം വെയിറ്റ് എന്നത് 9.8 ന്യൂട്ടനാണ്. സൗരയുധവും ഗുരുത്വാകർഷണ ബലവും. സൗരയുധത്തിലെ ഗ്രഹങ്ങളെല്ലാം എന്താണ്? സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും പരിക്രമണം ചെയ്യും. ഇവയെല്ലാം പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ ബലം നൽകുന്നത് ആരാണ്? ഗുരുത്വാകർഷണ ബലമാണ്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യും? അഭികേന്ദ്ര ബലം നൽകുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഗ്രഹങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം നൽകുന്ന ഗ്രഹങ്ങൾ ഏതാണ്? അഭികേന്ദ്ര ബലമാണ് നൽകുന്നത്. സൂര്യനിൽ നിന്ന് ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലമാണ് നൽകുന്നത്. ഉപഗ്രഹങ്ങൾക്ക് എന്താണ്? അത് ഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഭാരത്തിൻ്റെ യൂണിറ്റും മാസിൻ്റെ യൂണിറ്റും അളക്കുന്ന ഉപകരണവും ഇവിടെ പറഞ്ഞു. ഇനിയും അത് വെച്ചുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കുക. ഇനി ഇവിടെ ഒരു കുട്ടി പറയും നോക്കാം. ചേട്ടൻ 4 മീറ്റർ ഉയരമല്ലേ ചാടിയുള്ളൂ. ചേട്ടന് വേണമെങ്കിൽ 24 മീറ്റർ ചാടാം. പക്ഷേ ചന്ദ്രനിൽ ചെല്ലണമെന്ന് മാത്രം എന്നുള്ള
ഒരു കാര്യം അവിടെ പറയാം. ഇനി നിർബാധന പതനവും ഭാരമില്ലായ്മയും. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അതെന്ത് ചെയ്യും? ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതാണെന്ത്? നിർബാധ പതനം. നിർബാധ പതനത്തിന് ഉദാഹരണമാണ് നമ്മൾ തെങ്ങിൽ നിന്നൊക്കെ തേങ്ങ വീഴുന്നത്, മാവിൽ നിന്ന് മാങ്ങ വീഴുന്നതൊക്കെ എന്താണ്? നിർബാധ പതനത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തുവിനെ എന്ത് ചെയ്യുക? ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അതെന്ത് ചെയ്യും? ഭൂഗുരുത്വാകർഷണം മൂലം ഭൂമിയിലേക്ക് പതിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിർബാധ പതനം എന്ന് പറയുന്നത്. നിർബാധന പതനം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഘർഷണമില്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കണം. വായുവിൻ്റെ ഘർഷണം താരതമ്യേന കുറവായിരിക്കുന്നതിനാൽ എന്താണ്? അത് നാം പരിഗണിക്കാറില്ല എന്ന് മാത്രം. അപ്പോൾ ഘർഷണം ഇല്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുന്നതാണെന്ത്? നിർബാധ പതനം. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുന്നുവെങ്കിൽ നാം ബാലൻസിലൊരു ബലം പ്രയോഗിക്കുന്നു. ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന ബലമാണെന്ത്? ബാലൻസിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുമ്പോൾ നമ്മൾ ബാലൻസിൽ എന്ത് ചെയ്യും? ഒരു ബലം പ്രയോഗിക്കും. അപ്പോൾ ആ ബാലൻസ് നമ്മളിലൊരു ബലം പ്രയോഗിക്കും. ആ ബലമാണെന്ത്? ബാലൻസിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, റിയാക്ഷൻ ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതിബലം അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എന്ത്? സ്പ്രിംഗ് ബാലൻസ് റീഡിംഗ് കാണിക്കാനുള്ള കാരണം. അതുപോലെ നമ്മൾ നിൽക്കുന്ന ബാലൻസ് നിർബാധം പതിച്ചാൽ എന്ത് ചെയ്യും? റീഡിംഗ് 0 ആയിരിക്കും. നമ്മൾ നിൽക്കുന്ന ബാലൻസ് നിർബാധം പതിക്കുകയാണെങ്കിൽ എന്തായാലും റീഡിങ് എപ്പോഴും 0 ആയിരിക്കും. ഈ അവസരത്തിൽ നമ്മളും ത്രാസും ഗുരുത്വാകർഷണ ത്വരണത്താൽ നിർബാധം പതിക്കുന്നത് കൊണ്ടാണ് എന്ത്? ത്രാസിന് പ്രതിഫലം തരാൻ കഴിയാത്തത്. അപ്പോൾ ഭാരമില്ലായ്മ തോന്നാൻ കാരണവും ഇതാണ്. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ത്വരണത്താൽ എന്ത് ചെയ്യും? നിർബാധം പതിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ത്രാസിനും നമുക്കും എന്ത് ചെയ്യും? പ്രതിഫലം തരാൻ കഴിയില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? ഭാരമില്ലാത്ത അല്ലെങ്കിൽ വെയ്റ്റ്ലെസ് ആയി തോന്നും. അപ്പോൾ ഇത് തോന്നാൻ കാരണം ഈ ഒരു പ്രതിഭാസമാണ്. നമ്മൾ സ്പർശിച്ച് നിൽക്കുന്ന തറയിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് എന്ത്? ഭാരമായി അളക്കുന്നത്. നമ്മൾ സ്പർശിച്ച് നിൽക്കുന്ന തറയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ എന്ത്? ഭാരമായിട്ട് അളക്കുന്നത്. ഇപ്പോൾ നിർബാധ പതനം അത്രയാണ്. ഒരു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ട വസ്തുവിനെ ത്രാസ് ഉൾപ്പെടെ താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ ത്രാസിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ജയൻറ്റ് വീൽ താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ഒക്കെ എന്താണ്? ഈ ഒരു ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തൊരവസ്ഥയാണ്. അത് തന്നെയാണ് എന്ത്? നിർബാധ പതനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എനിക്കറിയാം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചാപ്റ്ററാണ്, പക്ഷേ നമുക്ക് പ്രോബ്ലംസ് കൂടി പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. അപ്പോൾ പ്രോബ്ലംസ് കൂടി ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പക്ക സെറ്റാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ മൊഡ്യൂളിൽ പുതിയ വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.